മനസ്സിലാവണ്ട. അവർക്കൊക്കെ സംസാരിക്കാറില്ല, പറയിപ്പിച്ച മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ഇവിടെ സദ്വാക്യങ്ങളാണ്. അത് മാറ്റി അത് കേട്ട് മാറാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ ഇതിന് വേറെ മറുപടി പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സദ്വാക്യങ്ങൾ പറയണേ സ്ട്രോങ് വാക്കുകൾ പറയണേ അത് പറ്റിയില്ല, അത് കേൾക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങളെ റോസ്മി ബാങ്ക് കുന്നീസ് പോലത്തെ നരക എണ്ണിക്കണ പോലെ ആ രീതിയിൽ കിട്ടും. ഇപ്പോൾ ജോലി ചെയ്യണം, തത്രപ്പെട്ട് ജോലി ചെയ്യണ പോലെ തത്രപ്പെട്ട് തന്നെ ജോലി ചെയ്യണേ. ഓർത്ത് വെച്ചോ ഞാൻ വാക്കുകൾ എങ്ങനെ പോയിക്കണേന്ന്. ഇത് ദേഷ്യത്തോടെ കൂടി പറയുന്നതല്ല, ദേഷ്യത്തോടെ പറയുന്നതാണെങ്കിൽ ഏത് രീതിയിലൊക്കെ വരണമെന്ന് അറിയാൻ നിനക്ക് അല്ല ഇടപെട്ടി. ഞാനൊന്നും മറക്കില്ല, ഞാൻ ജനിച്ച മുതലുള്ള ഓരോ പോയിന്റ് ബൈ പോയിന്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മനസ്സിലാവേണ്ട വെട്ടി നിനക്ക്. നിന്നെ ജീവനുള്ള ദൈവം മറന്നാണ്ടല്ലോ, നിന്നെ ജീവനുള്ള ദൈവം ഒഴിവാക്കിയാണ്ടല്ലോ. കാരണം നീ കുരുട്ടിയും കുമ്മുട്ടിയും ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും പോലീസുകാർ വന്നു, പോലീസുകാരുടെ വേഷം കെട്ടി കള്ളന്മാരെ കൊല്ലും, അവർ ജയിലിലാവും. പോലീസുകാർ കള്ളന്മാരെ കൊന്നു കഴിഞ്ഞാൽ എന്നിട്ട് കുറേ ബലാത്സംഗം പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് ഇതൊക്കെയാണ് അവിടെ സോഷ്യൽ ആൻറ്റി ക്രൈസ്റ്റും സോഷ്യൽ ഹിന്ദുസും. കണ്ടാൽ മനസ്സിലാക്കുക, ചെകുത്താൻ വെഡ്ഡി സ്ത്രീ ആണെങ്കിലും ഏത് വെഡ്ഡി പുരുഷനാണെങ്കിലും മൃഗങ്ങളെ മാത്രമേ ആരാധിക്കുള്ളൂ. മൃഗങ്ങളാണ് അവിടെ നിന്നെ സൃഷ്ടിച്ചത്. ജീവനോട് ദൈവം തന്നെ നിന്നെ വെറുത്ത് ഇല്ലാണ്ടാക്കിയാണ്ടല്ലോ. നിന്നെ ഉണ്ടാക്കിയത് കുറച്ച് ചെകുത്താൻ വെഡ്ഡികളാന്ന് വിചാരിച്ചിട്ടാണ് നീ ഇരിക്കണേ. ജീവനോട് ദൈവം നിന്നെ ഒഴിവാക്കി, ശവപ്പെട്ട് ഡീക്ക ആയാലും നിന്നെ ചത്ത് എരിഞ്ഞ് ഇതായാലും നിന്നെ ഒഴിവാക്കിയാണ്ടല്ലോ. പിന്നെ കാണാൻ എന്താ ഉണ്ടാവണേ? നാണല്ലേ പെണ്ണ്. ആണിനെ ഒന്നും ജീവനുള്ള ദൈവമല്ലേ സൃഷ്ടിച്ചേക്കണേ, ചെകുത്താൻ വെട്ടികളാണ് സൃഷ്ടിച്ചേക്കണേ. അത് പറഞ്ഞ് ജീവനില്ലാത്തതിനെ ജീവനില്ലാത്തത് എങ്ങനെയാണ് ജീവനുള്ളതിനെ സൃഷ്ടിക്കുക? നിനക്ക് നാണോ അവരുടെ വെട്ടി വ്യത്യാസം അറിയാതിരിക്കാൻ? നശ്വരമായ സ്ത്രീ പ്രസവിച്ചു എന്ന് പറയും, സൃഷ്ടി ആണത്. സൃഷ്ടിച്ചു എന്ന് പറയുമോ? സൃഷ്ടിച്ച് വളർത്തിയെന്ന് പറയുമോ ആരെങ്കിലും? നശ്വരമായ സ്ത്രീ, കുറേ കൈകളുള്ള, അങ്ങനെ കുറേ കൈകളുള്ള സ്ത്രീ ഇതുവരെ ജനിച്ചിട്ട് കൂടിയില്ല. നശ്വരമായ സ്ത്രീ, നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെ ആരാധിക്കാൻ നിനക്ക് നാണോ വെട്ടി? മൃഗങ്ങളാണ് ആദ്യം ഉണ്ടായിട്ട് സൃഷ്ടിക്കണ മുമ്പ് ഉണ്ടാവുന്നത്. നിനക്ക് നാണോ വെട്ടി വ്യത്യാസം അറിയാതിരിക്കാൻ? എല്ലാ ആൻറ്റി ക്രൈസ്റ്റ് ക്രോൺ കാത്തലിക്ക് എല്ലാ പാതിരി വേഷം കെട്ടണവരെയും കുമ്മുട്ടി കോഹനാല് പോലത്തുള്ള വിഡ്ഢികളെയും അവർക്ക് സംസാരിക്കാറില്ല, നമ്മൾ പറയിപ്പിക്കണം. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള വെഡ്ഡികൾ പാതിരി വേഷം എല്ലാത്തിനും കിട്ടും. എന്നിട്ട് ഈ ചെകുത്താൻ വെഡ്ഡികളും ജീവനകത്ത് പ്രതിമയും 3 തുള്ളി മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കുമോദിസിക്ക്. മുങ്ങി നിവരാത്തൊരു മാതൃക യേശുവയുടെ പറഞ്ഞതിന് നേരെ വിപരീതമാണ് റോമൻ കാത്തലിക്സ് ചെയ്യുന്നത്. ആ ക്യാപ്റ്റൻ വെഡ്ഡി കേൾക്കട്ടെ, എല്ലാത്തിനും കിട്ടും. ക്രോസ്മിയും എല്ലാ വെഡ്ഡി ചെകുത്താമ, വെഡ്ഡി സ്ത്രീ ആയിക്കോട്ടെ, വെഡ്ഡി പുരുഷനായിക്കോട്ടെ, വെഡ്ഡിത്തം ചെയ്യാൻ തെറ്റിലേക്ക് പായാൻ കിടക്കണം എല്ലാ വെഡ്ഡികളെയും ശരിയാക്കിയാലും കൊടുക്കും ജീവനുള്ള ദൈവം. ഞാൻ ശരിക്കുള്ള സദ്വാക്യങ്ങളെ പറഞ്ഞല്ലേ, അത് കേട്ടിട്ട് മാറാൻ തയ്യാറല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഇരട്ടിയായിട്ട് വേറെ കിട്ടും. ദേഷ്യത്തോടെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിൻ്റെ പോലെ ജീവനത്തെ വിഗ്രഹങ്ങളെ ആരാധിച്ച് ബൈബിളൊന്നും വായിക്കാണ്ട് ഞാൻ എത്ര ജോലി ചെയ്തത് ആ സമയത്ത് തന്നെ പറച്ചിൽ മൂട്ടിന്ന് വിടരുത്, പറച്ചിലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെകുത്താൻ വെഡ്ഡികൾ കുടിച്ചിലൊക്കെ കേട്ട് കുടിക്കും വീട് വിളിച്ച് നടക്കും. പരസ്പരം ഫോൺ നമ്പറും ചോദിച്ച് തലയ്ക്ക് വെളിവില്ലാത്ത വെഡ്ഡികളെ പോലെ പരസ്പരം ഊമ്പി നടന്ന് ചെറുപ്പത്തിൽ, എന്നിട്ട് ഒരു തേവിടിച്ചായ ഭാര്യയെ കല്യാണം കഴിച്ച് കുറേ മക്കളെ പ്രസവിക്കും. അത് മക്കളെന്ന് പറയാൻ പറ്റില്ല, ചെകുത്താൻ വെഡ്ഡികൾ. അങ്ങനെ ചെകുത്താൻ വെഡ്ഡികൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യ ജീവിതമല്ല അത്, ചെകുത്താൻ വെഡ്ഡികളുടെ ജീവിതം. അങ്ങനെ ജീവിതം എന്നും കൂടി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തേവിടിച്ചുകൾ അറിയണം സ്വന്തം ഭർത്താക്കന്മാരൊക്കെ ചെറുപ്പത്തിൽ ഊമ്പി നടന്നവരാണ്. ഞാനങ്ങനെ ചെറുപ്പം ഊമ്പി ഒരു 20-30 വയസ്സ് വരെ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കും. എപ്പോഴെന്താ തുടങ്ങണേ, എന്തിൻ്റെ സംപ്രേഷണം ചെയ്യണേ, ആരെ കാണിക്കാനാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ഇത് ചെയ്തിട്ടാണെങ്കിലും കാണിച്ചിട്ടാണെങ്കിലും ശരിക്കും ചോദിക്കും, നീ ചെകുത്താൻ വേണ്ടി സ്ത്രീ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കും ഹ്യൂമൻ ആയിക്കോട്ടെ എന്നോട്. നീയൊക്കെ തൂർന്നുമുള്ളത് ഞാൻ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ തൂർന്നുമുള്ളതും എല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിരിക്കുന്നതും തെറ്റാണെന്ന് ബൈബിളിൽ നന്നായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വെഡ്ഡി ക്യാമറ പാപമാണ് പറയണേ. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കുന്നു, വെഡ്ഡി പ്രൂഫ് കാണിക്കുന്നതും അതിന് മുമ്പ് 500-1000 വർഷം മുമ്പ് ആരും ജീവിച്ചിട്ടില്ലേ? എനിക്ക് എൻ്റെ ആവശ്യമില്ല. ചെറുപ്പത്തിന് മുതൽ ഞാൻ മെറ്റീരിയലിസ്റ്റിക്ക് ഒരു സാധനം കയ്യിലോ കന്നത്തിലോ ഇടണല്ലേ. അപ്പോൾ എനിക്കറിയാം ഞാൻ ആരാന്ന്. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി ഗ്ലീഷോകളും പറഞ്ഞു കേട്ടോ. ഗ്ലീഷോകളൊക്കെ നിൻ്റെ ഗ്രൂപ്പിലുള്ള വെഡ്ഡി അടി, അത് ഇറന്ന് കുട്ടി പറയിപ്പിച്ച് ചത്തും, ഫേക്ക് ഡെത്ത് ആയിക്കോട്ടെ എന്തായാലും ആയിക്കോട്ടെ. എന്നിട്ട് ഈ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫാക്കി വെക്കണവരാണ് തെറ്റിലൂടെ പറയണ എല്ലാ വെഡ്ഡിക്കളും കേട്ട മനസ്സിലാക്കിയാൽ കൊള്ളാം മാറിയ. ഈ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ കുമ്മുട്ടി എല്ലാത്തിനും കണക്ഷൻ അവരുടെ കയ്യിലുണ്ട്. ഷൂറുക്കാനും എല്ലാ വെഡ്ഡി പ്രൂഫും ജീവനത്തെ വിഗ്രഹങ്ങളെ ആരാധിക്കണവർ. അവരുടെ മോന്ത കണ്ട് അണിഞ്ഞൊരുങ്ങി ഭക്ഷണം കഴിക്കണം വിചാരിച്ചിട്ട് അവർ മനുഷ്യരാന്ന് വിചാരിക്കേണ്ട. അവർ ചെകുത്താൻ വെഡ്ഡികൾ തന്നെയാണ്. അവർ തോൽക്കാൻ പോകണം. അവർ തോൽക്കാൻ പെട്ട വെഡ്ഡിത്തം ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി പ്രൂഫാക്കി വയ്ക്കും. 200 വർഷം മുമ്പ് 1000 വർഷം മുമ്പ് ആരും ജീവിച്ചിട്ടില്ലല്ലോ. ഈ വെഡ്ഡി ക്യാമറ കയ്യിൽ വെക്കണം, ഷാട്ടിയും പിടിച്ചിരിക്കുക. അപ്പോൾ വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ എന്തൊക്കെ ഗോഷ്ടി കാണിക്കണോ? ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വായ തുറന്ന് ചോദിച്ചേനെ, എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. അവ കിട്ടേണ്ട സമയത്ത് തോന്നുമ്പോഴതൊക്കെ നോക്കിയിരുന്നാൽ പച്ചയ്ക്ക് ചോദിക്കും. പോലീസിനെ വിളിച്ച് അന്വേഷിക്കണമെന്ന് ചോദിക്കുള്ളൂ.
അന്വേഷിച്ചാൽ നിങ്ങൾക്കൊരു പേടി തട്ട് കിട്ടട്ടെ. വന്നാലും അവർ അന്വേഷിക്കാൻ വരില്ല എന്നൊക്കെ അറിയാം. ചെകുത്താൻ വെഡ്ഡികളുടെ ഗ്രൂപ്പ് എന്തൊക്കെയാണെന്ന് ചെകുത്താൻ വെഡ്ഡികൾ ജയിക്കാൻ പോകണില്ലേ. എൻ്റെ മുന്നിൽ ഒരു ചെകുത്താൻ വെഡ്ഡിയും ജയിക്കാൻ പോകണില്ല, ഉറപ്പിച്ച് വെച്ചോ. പിന്നെ കുമ്മുട്ടി കോലാനും പറയണവർ ഇൻ്റർവ്യൂ അങ്ങനെയല്ല ഞാൻ സംസാരിക്കണേ. എൻ്റെ സംസാര രീതി വളരെ വ്യത്യാസമുണ്ടെന്ന് നിനക്ക് കേട്ടാൽ മനസ്സിലാവും. കണ്ട വായിച്ച് മനസ്സിലാക്കാത്തവർ പിന്നെ കേട്ടെങ്ങനെ അറിയാനാണ്? പല പ്രശ്നം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. പറയിപ്പിച്ച മാത്രം പറയണ പോലെ ഇത് പറയാണ്ട് പറയുന്നത്. ആരും എന്നോട് പറയിപ്പിക്കാറില്ല. പറയിപ്പിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് സംസാരിക്കാൻ പഠിക്കാതെ